കട്ടപ്പന നഗരസഭാ പരിധിയിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാത്ത ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ ഡിവൈഎഫ്ഐ നഗരസഭാ ഓഫീസ് പടിക്കലേക്ക് മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ ഉദ്ഘാടനം ചെയ്തു. പ്രതിദിനം 10,000-കണക്കിന് ആളുകൾ എത്തുന്ന നഗരത്തിലെ ഭൂരിഭാഗം റോഡുകളും സഞ്ചാരയോഗ്യമല്ല. പോക്കറ്റ് റോഡുകളിൽ ഉൾപ്പെടെ കുഴികൾ രൂപപ്പെട്ടു. വാഹനയാത്രികർ ഏറെ ബുദ്ധിമുട്ടിയാണ് ടൗണിലെത്തി മടങ്ങുന്നത്. റോഡുകളുടെ ശോച്യാവസ്ഥയെ തുടർന്ന് ആളുകൾ ടൗണിലെത്താൻ താൽപര്യം കാണിക്കുന്നില്ല. ഇത് വ്യാപാര മേഖലയെയും പ്രതിസന്ധിയിലാക്കുന്നു. മഴ പെയ്യുമ്പോൾ തന്നെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് വെള്ളക്കെട്ടിലമരും. കാൽനട യാത്രികരും ദുരിതത്തിലാകും. പ്രതിദിനം 150-ലേറെ ബസ്സുകൾ എത്തുന്ന സ്റ്റാൻഡിലേക്കുള്ള അപ്രോച്ച് റോഡുകളും ഗതാഗത യോഗ്യമല്ലാതായി കഴിഞ്ഞു. മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നഗരത്തിലില്ല. ഭരണസമിതിയുടെ തലതിരിഞ്ഞ ഈ നയങ്ങൾക്കെതിരെയാണ് ഡിവൈഎഫ്ഐ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനമായ കട്ടപ്പനയെ പിന്നോട്ടടിക്കുന്ന നയമാണ് UDF ഭരണസമിതി തുടരുന്നതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രതിഷേധ പരിപാടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ ഉദ്ഘാടനം ചെയ്തു. ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ കുഴി രൂപീകരിക്കുന്നതിന് മുൻപന്തിയിലുള്ളത്. ഒരു വിധത്തിലുള്ള മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ നടത്താതെ നഗരത്തിലെ മുഴുവൻ പോക്കറ്റ് റോഡുകളും നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങളുടെ എല്ലാം വീടുകളുടെ മുമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രാദേശികമായി വരുന്ന റോഡുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കൃത്യമായിട്ടും 1-2 കുഴികൾ നിങ്ങളുടെ ഓരോ ആളുകളുടെയും വീടിന്റെ മുമ്പിലുണ്ടായിരിക്കും. നിരവധിയായിട്ടുള്ള കാലങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ ഈ ഭരണസമിതി കാലാവധി പൂർത്തിയാക്കുന്ന സമയത്തിലേക്ക് വരുമ്പോൾ പോലും ഒരു മെയിന്റനൻസ് പണി പോലും ചെയ്യാതെ നിരന്തരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലേക്കാണ് ഇവിടുത്തെ UDF ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. യോഗത്തിൽ M. ശിവകുമാർ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം, നിയാസ് അബു, ഫ്രെഡി മാത്യു, അനുമോൻ രാജു, MM. ജിത്തു തുടങ്ങിയവർ സംസാരിച്ചു.